തൃശൂർ അതിരപ്പള്ളിയിലാണ് വയോധികനെ കാട്ടാന ചവിട്ടിക്കൊന്നത്. വൈശ്ശേരി സ്വദേശി മോഹനനാണ് കൊല്ലപ്പെട്ടത്. കൃഷിയിടത്തിലിറങ്ങി ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ആനയുടെ ആക്രമണം. ജെക്സ് 24ന്റെ പ്രാദേശിക ലേഖകൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെക്സ്, സുഖമുള്ള വാർത്തയല്ല ഈ പ്രഭാതത്തിൽ തൃശൂരിൽ നിന്നും വരുന്നത്. ഒരു ജീവൻ കൂടി കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഉണ്ടായത് അവിടെ വൈശ്ശേരിയിൽ? യെസ്, ജക്സിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താം. എന്തായാലും ഒരു വയോധികനെയാണ് കാട്ടാൻ അവിടെ ചവിട്ടിക്കൊന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൃഷിയിടത്തിൽ ഇറങ്ങിയ ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ഇന്ന് പുലർച്ചെ ഏതാണ്ട് 2:30 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. ആ മേഖലയിലാകെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി കാട്ടാന ഭീതി പരത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനിടെയാണ് ഇത്തരത്തിൽ ദാരുണമായ സംഭവം. കൃഷിയിടത്തിൽ ഇറങ്ങിയ കൃഷി നശിപ്പിക്കുന്ന ആനയെ തുരത്താൻ ശ്രമിക്കുന്ന വയോധികനെയാണ് ആന ആക്രമിച്ചത്. ഒടുവിൽ കാട്ടാന മോഹനൻ എന്ന ആ കൃഷിക്കാരനെ ചവിട്ടി കൊല്ലുകയായിരുന്നു. ഇപ്പോൾ മൃതദേഹം ചാലക്കുടിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ആ മേഖലയിൽ നാട്ടുകാർ ഉയർത്തിയ പരാതിയായിരുന്നു ഈ കാട്ടാന ശല്യമെന്നുള്ളത്. ജക്സിലേക്ക് കടക്കുന്നു. ജക്സ്, ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ കുറേ നാളുകളായി ഇത്തരത്തിൽ ഈ കാട്ടാന ശല്യമുണ്ട് നാട്ടുകാർ പരാതിപ്പെട്ടിരുന്ന റിപ്പോർട്ടുകളും ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തുണ്ടായതാണ് വൈശ്ശേരിയിൽ അവിടെ? നമസ്കാരം പ്രജിത്ത്. ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ മലയോര പഞ്ചായത്തായിട്ടുള്ള അതിരപ്പള്ളിയിലെ ജനങ്ങൾ വളരെയധികം പൊറുതിമുട്ടുകയാണ് ഈ ആനശല്യം കൊണ്ട്. ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത് അതിരപ്പള്ളി പഞ്ചായത്തിലെ വൈശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഗുരുദേവന്റെ ഒരു മന്ദിരമുണ്ട്. അതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഗൃഹനാഥനായിട്ടുള്ള പുല്ലൂർക്കാട്ടിൽ വീട്ടിൽ ഗൃഹനാഥനായിട്ടുള്ള മോഹനനും അദ്ദേഹത്തിന്റെ ഭാര്യ ഗിരിജയുമാണുള്ളത്. 2 മക്കളുള്ളത് പുറത്താണ്. അപ്പോൾ ഇന്ന് പുലർച്ചെ 2:45 കൂടി ഈ ആന ഇവരുടെ വീട്ടുവളപ്പിൽ വരികയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഈ ആനയെ ഓടിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത അനുജനെയും അനുജത്തെയും വിളിക്കുകയും ഇവർ 3 പേരും കൂടി ഈ ആനയെ ഓടിക്കാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു. ഈ കയ്യിൽ പന്തം പോലുള്ള എന്തോ സംഗതി ഉണ്ടായിരുന്നു. ഈ ആനയെ ഓടിക്കാൻ വേണ്ടി പോകുന്നതിനിടയിൽ ഈ ആന ഒന്നുകൂടി നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാം. ജക്സ് സൂചിപ്പിച്ച വിവരങ്ങളനുസരിച്ച് ഇന്ന് രാവിലെ ഈ പറയുന്ന 2:30 തന്നെയാണ് ഈ ആന കൃഷിയിടത്തിൽ ഇറങ്ങിയത് എന്ന് മനസ്സിലാക്കുന്നു. അതിരപ്പള്ളി മേഖലയിലാകെ കഴിഞ്ഞ കുറേ നാളുകളായി ഈ പ്രശ്നങ്ങളുണ്ട്. വൈശ്ശേരിയിലാണ് ഇന്ന് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഈ ആന ഇറങ്ങിയത് കണ്ട് പുറത്തേക്ക് വരികയും കൃഷിയിടത്തിൽ നിന്നും അതിനെ ഓടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അതിനിടയിലാണ് മോഹനനെ ആന ആക്രമിച്ചതും ചവിട്ടി കൊലപ്പെടുത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ സങ്കടകരമായ വാർത്ത തന്നെയാണ് രാവിലെ തന്നെ വരുന്നത്. ഇത്തരത്തിൽ നമ്മൾ പലതവണ കണ്ടതാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ പൊലിയുന്ന കാഴ്ചകളൊക്കെ തന്നെ. ഇന്നിതാ സമാനമായ വാർത്ത വീണ്ടും വരുന്നു. ഇപ്പോൾ തൃശ്ശൂർ അതിരപ്പള്ളിയിലാണ് സംഭവം ഉണ്ടായത്. ഈ പുരയിടത്തിലിറങ്ങിയ കാട്ടാനയെ തുരത്തുന്നതിനിടെയാണ് വയോധികനെ കാട്ടാന ചവിട്ടിക്കൊന്നത്. വൈശ്ശേരി സ്വദേശി മോഹനനാണ് കൊല്ലപ്പെട്ടത്. ജക്സ് തുടരുന്നുണ്ട്. ജക്സ്, ഈ ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു നമ്മൾ. കൂടെ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണല്ലോ പറയുന്നത്. ഇവരൊക്കെ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഈ മോഹനന്റെ മൃതദേഹം എവിടെയാണുള്ളത്? മോഹനന്റെ മൃതദേഹം ഇപ്പോൾ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷൻ DFO എം വെങ്കടേശ്വരൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുള്ള ഈ മോഹനൻ അദ്ദേഹത്തിന്റെ അനുജനെയും അനുജത്തെയും ചേർന്നിട്ടാണ് ഈ ആനയെ ഓടിക്കാൻ ശ്രമിച്ചത്. കയ്യിൽ പന്തം പോലുള്ളൊരു വസ്തു കത്തിച്ച് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആന പോകുന്ന വഴിയിൽ ആന പതിയിരിക്കുന്നത് ഇവർ അറിഞ്ഞിരുന്നില്ല. ഈ ആന ഓടിക്കുന്നതിനിടയിലാണ് മോഹനൻ വീഴുകയും മോഹന് ആനയുടെ ചവിട്ടേൽക്കുകയും ചെയ്തിരുന്നു എന്നാണ് നമുക്ക് ഇവരിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലും ആന ഇതെല്ലാം നശിപ്പിക്കുന്നു. ആളുകളുടെ സ്വത്തിനും ജീവനും വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പരിസരവാസികളെല്ലാം കഴിയുന്നത്. നിരന്തരമായി ഇവരുടെ കണ്ണീരിനും അതുപോലെ തന്നെ ഇവരുടെ ദുരന്തത്തിനും യാതൊരുവിധ പരിഹാരം ഉണ്ടാവുന്നില്ല. 3-4 മാസങ്ങൾക്ക് മുൻപാണ് ചായപ്പൻകുഴിയിൽ ഒരു ഗൃഹനാഥൻ ഇതുപോലെ ആന ചവിട്ടിക്കൊല്ലുന്നത്. അതിനും ഒരു 3-4 മാസങ്ങൾക്ക് മുൻപാണ് അതിരപ്പള്ളിയിൽ തന്നെ ആദിവാസികൾ 2 പേർ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെടുന്നത്. ഇങ്ങനെ തുടർച്ചയായി ആനയുടെ ആക്രമണത്തിൽ പരിസരവാസികൾക്കും അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾക്കും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും സ്വത്തിന് നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ ജീവൻ പോകുന്ന അവസ്ഥയും ഇപ്പോൾ ഉണ്ടാകുന്നു. ഇന്ന് 2:45 ഈ സംഭവം നടക്കുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ മോഹനൻ മരണപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തുടർന്ന് സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇപ്പോൾ മോർച്ചറിയിലാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതീശൻ അവറുകളെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു.
അദ്ദേഹം LDF ഘടകകക്ഷികളെ വിളിച്ച് സംസാരിച്ച് ഉടനെ തന്നെ ഒരു പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങാനായിട്ട് സാധ്യതയുണ്ട് അതിരപ്പള്ളിയിൽ. കാരണം ജനങ്ങൾ വളരെ ശക്തമായിട്ട് ഉള്ള ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് കാലത്ത് മുതൽ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അപ്പൊ അതിനെ തുടർന്നൊരു പ്രതിഷേധ പരിപാടിയും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ശരി ജക്സ്, എന്തായാലും കൂടുതൽ വിവരങ്ങൾ തേടുക. വരും മണിക്കൂറുകളൊക്കെ തന്നെ ഈ പറയുന്ന പോലെ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. 24ന്റെ പ്രാദേശിക ലേഖകൻ ജെക്സ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. അതിരപ്പള്ളി വൈശ്ശേരിയിലാണ് കാട്ടാന ഒരു വയോധികനെ ചവിട്ടി കൊലപ്പെടുത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.